തൊട്ടുപോരുത് എന്റെ മോളെ. നിന്റെ മോളോ? നിന്റെ മാത്രം മോളല്ലേ? ഇവിടെ അവകാശപ്പെടാൻ ഒരാളും കൊണ്ടെന്നുള്ള കാര്യം മറന്നു കഴിയായിരുന്നു ഇത്രയും നാളും നീ. നിങ്ങളും ഒക്കെ ഇട്ടെറിഞ്ഞു പോയിട്ട് വന്നിരിക്കുന്നു ഇപ്പോ അവകാശം പറയാൻ. അവൻ വരുമെന്ന് കരുതിയാണ് ഈ തുള്ളലെങ്കിൽ വേണ്ട, വരില്ല. ഞാൻ വാടകയ്ക്കെടുത്താണ് ചാർലിയെ. അവന്റെ ജോലി കഴിഞ്ഞു. അറിയാം, വാടകയ്ക്കെടുത്താണെന്ന് അറിയാം. ഞങ്ങളെ നശിപ്പിക്കാൻ നന്മകളൊക്കെ എന്നെ നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ മനസ്സിൽ തോന്നിയ കുബുദ്ധി. അവനെ നിങ്ങൾ ഏൽപ്പിച്ച ജോലി തീർന്നിട്ടുണ്ടാവാം, പക്ഷെ ഞാൻ ഏൽപ്പിച്ച ജോലി തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് ജോലിയല്ല, ജീവിതമാണ്. എന്റെ മോൾക്കും ചാർലിക്കും പരസ്പരം ഇഷ്ടമാണെങ്കിൽ അവരുടെ കല്യാണവും ഞാൻ നടത്തും. അതും നീ ചെയ്തേക്കും തോന്നിയിരുന്നു എനിക്ക്. പക്ഷെ അവനെ ഇങ്ങോട്ട് പറഞ്ഞു വിടുമ്പോ ഒരു പാവം പെൺകുട്ടി, ഒരു കണ്ണുപൊട്ടിപ്പെണ്ണ് എന്നോട് കെഞ്ചി അപേക്ഷിച്ചിരുന്നു, കൊണ്ടുപോയ പോലെ തന്നെ തിരിച്ചു തരണേ. മാനസി, നിനക്കറിയില്ല, ഒരു ജന്മം മുഴുവൻ ചാർലിയെ മനസ്സിൽ വെച്ച് പൂജിച്ച് ആരാധിക്കുന്നവളാ അവള്. നിന്റെ വിവാഹം അമ്മ നടത്തി തരുമായിരിക്കാം, പക്ഷെ ഒന്നോർക്ക്, ജീവിതകാലം മുഴുവൻ ആ കണ്ണുപൊട്ടിപ്പെണ്ണിന്റെ ശാപവും പേറി വേണോ എന്റെ മൂക്ക് കഴിയാൻ? വേണോ? ആലോചിക്കും. കണ്ണു കാണാൻ വയ്യാത്ത പെണ്ണിന്റെ കണ്ണീര് ഇനി അങ്ങോട്ട് എപ്പോഴും നിന്നെ വേട്ടയാടണമെന്ന് നീ തന്നെ തീരുമാനിക്കും. അമ്മ പല വിഡ്ഢിത്തരങ്ങളും പറയും. തെറ്റും ശരിയും തിരിച്ചറിയാനുള്ള കഴിവ് നിനക്കും ഉണ്ടല്ലോ. ഞാൻ പോണു. ഒരിക്കലും വരരുതെന്ന് കരുതിയതാ ഇങ്ങോട്ട്. പക്ഷേ ഇവിടെ വന്ന് ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ മനസ്സിനൊരു സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ടാ. മണിക്കൂറിനുള്ളിൽ ഓപ്പറേഷൻ നടത്തണം. വെറുതെ അതും ഇതും പറഞ്ഞ് നേരെ കളഞ്ഞാൻ പറ്റില്ല. കഴിയുന്ന വേഗം അവിടെ എത്തണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഞാൻ പോണില്ല. പോണില്ല എന്നോ? അതെ, ഞാൻ പോണില്ല. വാശി പിടിക്കല്ലോ ഉമ്മേ. സമയത്ത് അവിടെ എത്തിയില്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചിട്ട് നോക്കി തെറ്റും. 6 മണിക്കൂറിനുള്ളിൽ ചാർലി എത്തേണ്ട ഒരു സ്ഥലമുണ്ട്, മറന്നോ? അതുപോലെയാണോ ഇത്? ഇത്രയും കാലം ഇതിനു വേണ്ടിയല്ലേ നമ്മള്? ചാർലി, അവിടെ ഒരു അമ്മ ജന്മം മുഴുവൻ കാത്തിരുന്ന ഒരു സംഭവം നടക്കാൻ പോകുന്നു. ചാർലി ചെന്നില്ലെങ്കിൽ അത് നടക്കില്ല. ഇതുപോലെ തന്നെയല്ലേ അതും? എന്തിനാ ഉമ്മ ഇത് രണ്ടും കൂടെ കൂട്ടി കുറയ്ക്കുന്നത്? അതത്ര പ്രാധാന്യമുള്ളൊന്നും അല്ലല്ലോ. എന്ന് നെഞ്ചി കൈവച്ച് പറയാൻ കഴിയോ ചാർലിക്ക്? സുഭദ്രാമയും മാനസിയും തകർന്നത് താങ്ങാനുള്ള ശക്തി ഉണ്ടോ നിനക്ക്? അത്രയ്ക്ക് ക്രൂരനാണോ ചാർലി നീ? എന്താ ഞാൻ ചെയ്യാ? ഓപ്പറേഷന്റെ സമയത്ത് നിന്റെ കൂടെ ഉണ്ടാവണമെന്ന എന്റെ ആഗ്രഹം. അവിടെ സ്റ്റേജിൽ മാനസിയുടെ കൂടെ നീ ഉണ്ടാവണമെന്നാ എന്റെ ആഗ്രഹം. ഞാൻ പോയാലേ നീ ഓപ്പറേഷന് പോകുന്നാണോ പറഞ്ഞുകൊണ്ട് വരുന്നത്? അതെ, അതെന്നെ നിശ്ചയമാണ്. ഉമ്മേ, നീ കൊച്ചുകുട്ടികളെ പോലെ. കൊച്ചുകുട്ടികളായിരുന്നപ്പോഴും എനിക്കിങ്ങനെ ചില വാശികളുണ്ടായിരുന്നു, ഓർമ്മയില്ലേ നിനക്ക്? ഒരു കാര്യം തീർച്ചയാണ് ചാർലി, പ്രോഗ്രാമിന് നീ പോയില്ലെങ്കിൽ ഒരിക്കലും ഈ ഉമ്മ കണ്ണു തുറന്ന ലോകം കാണലുണ്ടാവില്ല. ചാർലി, വൈകിയോ ഞാൻ? അവസാനം ഈശ്വരന്മാരൊക്കെ മാറ്റി പറഞ്ഞു അല്ലേ? സമാധാനമായില്ലേ ഇപ്പൊ? ആർക്ക്? ഈശ്വരന്മാർക്കോ? ഇതെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ എനിക്ക് കഴിയൂ. അമ്മയുടെ ജീവിതാഭിലാഷ ഈ പ്രോഗ്രാം. വന്നതിന് നന്ദി. പ്രോഗ്രാം നടക്കണം. അത് കഴിഞ്ഞ ചാർലിക്ക് പോകാം. എന്താ എന്താ പറഞ്ഞേ? എന്നോട് ആലോചിക്കാൻ പറഞ്ഞു അച്ഛൻ. ഞാൻ ആലോചിച്ചു, ഒരുപാട് ആലോചിച്ചു. കണ്ണു കാണാത്ത പെൺകുട്ടിയുടെ ജീവിതവും മോഹങ്ങളും നശിപ്പിച്ചിട്ട് എനിക്ക് ജയിക്കണ്ട. മറക്കാനും മറയ്ക്കാനും ശ്രമിക്കേണ്ട ഒന്നും എനിക്കറിയാം. എനിക്കിപ്പോ ഒക്കെ അറിയാം. ഉമ്മയ്ക്ക് ചാർലിയെ വേണം. ഇത്രയും കാലം ഒരുമിച്ച് കഴിഞ്ഞിട്ട് അത് മനസ്സിലാക്കാത്ത ചാർലി മനുഷ്യനാ?
നീ വരുന്ന എനിക്കറിയാം. താങ്ക് യു വെരി മച്ച്. സമയായി, വാ വാ. ഉമേ, നീ അവനെ വീണ്ടും അങ്ങോട്ട് പറഞ്ഞയച്ചല്ലേ? എന്നാ മിണ്ടാത്തത്? നിന്റെ ഒറ്റ ഒരാളുടെ നിർബന്ധം കൊണ്ടല്ലേ അവൻ പോയത്? ഇവിടെ ഇരുന്നല്ലേ നീ എന്നോട് കരഞ്ഞു പറഞ്ഞത് നിന്നിൽ നിന്ന് അവനെ തട്ടിക്കൊണ്ടുപോയി ഞാനെന്ന്, അവനെ വിലക്കെടുത്തെന്ന്. എന്നിട്ട് ഇപ്പൊ നീ തന്നെ എറിഞ്ഞു കൊടുത്തില്ലേ അവനെ? അവർക്ക് ആരെയും എറിഞ്ഞു കൊടുത്തിട്ടില്ല ഞാൻ. അവൻ പോയില്ലെങ്കിൽ ഓപ്പറേഷൻ സമ്മതിക്കില്ലെന്ന് നീ വാശി പിടിച്ചു. നിനക്ക് വേണ്ടിയാണ് ഉമേ ഒരിക്കലും പോയില്ലെന്ന് തീരുമാനിച്ചിരുന്ന വീട്ടിലേക്കും കയറി ചെന്നു. എന്നിട്ട് നീ... അതാണ് സാറിന് പറ്റിയ തെറ്റ്. സാറിന് വേണ്ടി പോകണമായിരുന്നു, സാറിന് വേണ്ടി മാത്രം. ഇത്രയും കാലം ചെന്നില്ലല്ലോ. അതിന് സ്നേഹത്തെ കുറിച്ച് വല്ല അറിഞ്ഞിട്ട് വേണ്ടേ? സ്നേഹത്തോടെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ആ അമ്മ എല്ലാം വിട്ട് ഇറങ്ങി വരുമായിരുന്നു. ചെയ്യില്ലല്ലോ. ദുരഭിമാനത്തിന്റെ ഉമ്മിത്തി കിടന്ന് പുകയല്ലേ സാറിന്റെ മനസ്സിൽ? അതിന്റെ കാര്യം പുകയല്ലേ ആ മനസ്സ് നിറയെ? ഇപ്പോ സ്നേഹിക്കുന്ന ആ രണ്ട് മനസ്സുകൾ അകറ്റാൻ സാർ എനിക്ക് കണ്ണ് ഓപ്പറേഷൻ കാശ് ഒഴിവാക്കാൻ പോന്നു. എനിക്ക് വേണ്ട. പിരിഞ്ഞു വിഷമിക്കുന്ന അവരെ കാണുന്നേക്കാൾ എനിക്കിഷ്ടം ഒരുമിച്ച് കഴിയുന്ന അവരെ കുറിച്ച് കേൾക്കുന്നതാ. എന്നെ തെറ്റ് ശരിയും പഠിപ്പിക്കാനാണോ ഈ പ്രസംഗം? അല്ല, സ്നേഹത്തെ കുറിച്ച് എനിക്ക് തോന്നിയത് പറഞ്ഞു എന്ന് മാത്രം. ഇതും ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സാറല്ലേ പഠിച്ച അറിവുള്ള ആള്. നിനക്കും ചാർലിക്കും അനാഥ പിള്ളേർക്കും വേണ്ടി ഞാൻ ഇതുവരെ ചെയ്തതും പറഞ്ഞതും ഒക്കെ വെറുതെ അല്ലേ? ഞങ്ങളോടുള്ള സഹതാപം കൊണ്ടാണോ സാർ ഇതൊക്കെ ചെയ്തത്, അതോ സ്വാർത്ഥത കൊണ്ടോ? ആ അമ്മയുടെ ഒരേ ഒരു ലക്ഷ്യം തകർക്കാൻ കഴിയാത്ത ദേഷ്യമല്ലേ സാർ ഇപ്പൊ ഞങ്ങളോട് കാണിക്കുന്നത്? ഞങ്ങൾക്ക് വേണ്ടി കുറെ പണം ചെലവാക്കിയത് പാഴായി പോയെന്ന് കരുതിയായിരിക്കും സാറിപ്പോ. എത്ര കാശ് ചെലവായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ തിരിച്ചു തരും ഞങ്ങള്. സർക്കസ് കളിച്ചെങ്കിലും തിരിച്ചു തരും, കുറച്ചായിട്ടെങ്കിലും. ഉറപ്പാ. പൈസക്ക് വേണ്ടി ഞങ്ങൾ ഉപയോഗിച്ചും കുറെ പാടുപെട്ടു. ഇത്രേ കിട്ടിയുള്ളൂ. കിട്ടിയത് മുഴുവൻ സാറിനെ ഏൽപ്പിക്കാൻ പറഞ്ഞു ഉമ്മേച്ചി പോയത്. എന്റെ ഗുരുദക്ഷിണ ഞാൻ തന്നു. ഒരു അനാഥ പെണ്ണിന്റെ ബലിയും നടന്നു. ഒക്കെ ഒരൊറ്റ കാര്യത്തിനായിരുന്നു. എല്ലാം വെറുതെ ആയെന്ന് തോന്നുന്നു. ഇനിയിപ്പോ ഞങ്ങൾക്ക് പോകാൻ ഒരു സ്ഥലമേ ഉള്ളൂ. ഉമ്മയുടെ സ്വപ്നത്തില് എപ്പോഴും ഉണ്ടായിരുന്നു ആ സ്ഥലം. അവിടെ കാണും അവള് എപ്പോഴും. പോട്ടെ.
ഒരു കുരുതി നമ്മൾ കൊടുത്തില്ല ചാർലി. മതി. തീച്ചാട്ടവും കമ്പിയൊക്കെ ഉള്ള അർത്ഥം ഇനി വേണ്ട. ഈ കുഞ്ഞുങ്ങൾക്ക് തന്നെ വേണം, ഞങ്ങൾക്കും. ചാർലി, ഇനി എങ്ങോട്ട് നമ്മള്? ചെല്ലക്കാട്ടി മാല ചാത്തുന്നതാറ് ചെല്ലക്കാട്ടി